മസ്കാര മേടിച്ചു, YSLന്റെ ലിപ്സ്റ്റിക് മേടിച്ചു. നാട്ടിൽ പോവായിട്ട് സമയമായിട്ട് അവൾ ഇപ്പോഴും കിടന്ന് ഉറങ്ങണേ. ഗുഡ് മോർണിംഗ്. ചാച്ചു അടിച്ചു ഒറ്റ കാരണം കൊണ്ട് കുളിക്കാതിരിക്കുന്ന നീരജാമോനെയാണ് ഗൈസ് നമ്മൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്ക് ഇല്ലേ സോ ഫൈനലി ഇന്ന് നമ്മൾ നാട്ടിൽ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലെത്തി. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി 9 മണിക്കാണ് ഫ്ലൈറ്റ് എങ്കിലും നമുക്ക് 6 മണിക്ക് എയർപോർട്ടിൽ എത്തണം. എത്ര ഔട്ട്ഫിറ്റ് ഇട്ടും മാറ്റിയിട്ടും എനിക്ക് ഒന്നും തന്നെ ശരിയാവുന്നില്ല. മൂന്നാമത്തെ ഡ്രസ്സായിട്ട് ഞാൻ ഇതങ്ങ് ചൂസ് ചെയ്തു. പാൻറ് ഭയങ്കര കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് ടീഷർട്ട് മാത്രം ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മാളും ഇന്ന് നേരത്തെ തന്നെ ഉറക്കം അണിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് അസിലേക്ക് കടന്നിരിക്കുകയാണ്. ഭയങ്കര ഫണ്ണി ഗെറ്റ് റെഡി വിത്ത് അസ് ആയിരുന്നു. അവസാനം ഞങ്ങൾ പോവാണ്. സാധന സാമഗ്രികളെല്ലാം വാരി പറക്കി. 1-2 ബാഗ് എന്നല്ല, 6 ബാഗുണ്ട്. 2 വലിയ ബാഗും 2 ചെറിയ ബാഗും 2 വലിയ ബാഗും എന്നൊക്കെ പറഞ്ഞിട്ട് 6 ബാഗുണ്ട്. 6 ബാഗും എൻ്റെ സ്വന്തം ലേഡിയിൽ ഞാനിങ്ങനെ തള്ളി ഞെരുക്കി വെച്ചേക്കുവാണ്. അതിനുശേഷം ഞങ്ങൾ എക്സൈറ്റ്മെന്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പെട്ടിയൊക്കെ എടുത്ത് അമ്മു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അലക്സേട്ടനാണ് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയേക്കുന്നത്. അവിടുന്ന് ഞാനും മാളും അലക്സേട്ടനും കൂടി എയർപോർട്ടിനകത്ത് പോകുന്നു. ആസ് യൂഷ്വൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 15 കിലോ വെയിറ്റ് കൂടുതലാണ് ഗൈസ്. അതിന് ഞങ്ങൾ എക്സ്ട്രാ പേയും ചെയ്തതിന് ശേഷം അലക്സേട്ടൻ ടാറ്റ പറഞ്ഞ് അകത്ത് ചെന്നപ്പം എന്നെ അവിടെ MRI സ്കാൻ ഒഴിച്ചു ബാക്കി എല്ലാ സ്കാനും ചെയ്തു. എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇനി 3 മണിക്കൂർ സമയമുണ്ടല്ലോ തെണ്ടിത്തിരിയാ. കാര്യമായിട്ട് ഒരു കാര്യമെങ്കിലും 2.5 ലക്ഷം രൂപ ബാഗൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കുത്തിയിരുന്ന് കാര്യമായിട്ട് അമ്മ എന്തമ്മ നോക്കണേ. സോണിന്റെ കുറെ നാൾ കൊണ്ടുള്ള വേറൊരു ആഗ്രഹമായിരുന്നു സോണിന്റെ അല്ലെങ്കിൽ മാർഷലിന്റെ ഒരു ഹെഡ്ഫോൺ മേടിക്കണം എന്ന്. ആ ആഗ്രഹവും ഇപ്പോഴാണ് അങ്ങ് സാധിച്ചത്. അതുപോലത്തെ ഒരു 2ാമത്തെ ആഗ്രഹമായിരുന്നു YSLന്റെ മസ്കാര മേടിക്കണം. ആ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് സാധിക്കാനുള്ളതല്ലേ ഇവേ. ഇന്നും കൂടെ നിന്ന് കറങ്ങിയാൽ വേറെ കുറെ സാധനങ്ങളോട് ഞാൻ വാങ്ങി. കേരള കഫേന്ന് പൊറോട്ട റോള് മേടിച്ചോണ്ടാ വന്നത്. എങ്ങാനും വിശന്നാലോന്ന് വിചാരിച്ചു. ഇപ്പൊ നല്ല വിശക്കുന്നുണ്ട്, അപ്പൊ കഴിക്കാം. രാവിലെ മുതൽ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല. തള്ളിയും നിന്നും കിടന്നൊക്കെ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റിന്റെ സമയമായി. ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞങ്ങൾക്ക് 2 പേർക്കും സൈഡ് സീറ്റ് അല്ല, ഞങ്ങൾക്ക് ഒരുമിച്ചാണ് സീറ്റ് കിട്ടിയേക്കുന്നത്. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്, ഒരുമിച്ച് കിട്ടിയാനല്ല സൈഡ് സീറ്റ് കിട്ടാത്തതിന്റെ. ഫ്ലൈറ്റിൽ കയറി ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഫുഡും ഡ്രിങ്ക്സും വന്നിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഡ്രിങ്ക്സ് കുടിച്ചാലേ എനിക്ക് ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. 1, 2, 3, 4, 5 പെഗ് കുടിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു പെഗ് എന്റെ ചേച്ചി എന്റെ കാലിൽ കൂടെ ഫുള്ളും തള്ളിയിട്ടു. എവിടെ പരിപാടി ഒരു 10 കൂടെ ഞാനും അവളും തമ്മിൽ ചെറിയതല്ല, നല്ല വലിയ രീതിയിൽ തന്നെ ഫൈറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അബുദാബി ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന്റെ 25 മിനിറ്റിൽ ഞാൻ ഉറങ്ങി. എന്ത് കഷ്ടമാലെന്നൊന്ന് പറയണേ. അവസാനം എങ്ങനെയൊക്കെയോ അബുദാബി എത്തി. അബുദാബി എത്തിയ പിന്നെ പറയണ്ടല്ലോ. എവിടെ അബുദാബി എത്തി.